ഹാപ്പി ഓണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓണസദ്യ പ്രിപ്പറേഷൻ വീഡിയോ ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഞാനിതൊരു റെസിപ്പി വീഡിയോ അല്ല കാണിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് ഇത്രയും കറികൾ പെട്ടെന്ന് സെറ്റാക്കിയതിൻ്റെ ഒരു ഈസി മെത്തേഡ്. ഇപ്പോൾ എന്നെപ്പോലെ മടിയന്മാർക്കും ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും വേണ്ടി പ്രത്യേകം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണ്, യൂസ്ഫുള്ളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എങ്ങനെയാണ് ഒരു ഈസി മെത്തേഡിൽ ഇത് ഉണ്ടാക്കിയത്. ഞാൻ ഇതിനു മുമ്പ് സദ്യ ഉണ്ടാക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഇത് യൂട്യൂബൊക്കെ റെഫർ ചെയ്ത് എനിക്ക് തോന്നിയ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്തു. പക്ഷേ ഫൈനലി റിസൾട്ട് വളരെ നല്ലതായിരുന്നു. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് വലിച്ചു നീട്ടി സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, നമുക്ക് ആദ്യം വേണ്ടത് ചോറ് വെക്കാം. അപ്പോൾ എൻ്റെ ഈ അരി വേവാൻ 25 മിനിറ്റാണ്. അപ്പം ഞാൻ അടുപ്പിൽ വെള്ളം വെച്ചു. 25 മിനിറ്റത്തേക്കുള്ള അരി വേവിക്കുന്ന ആ ഒരു ടൈം മാറ്റി വെച്ചുകൊണ്ട് ഞാൻ ആ ഒരു ടൈമിൽ 3 പാത്രങ്ങൾ എടുത്തു. ഈ പാത്രം ഇപ്പോൾ എടുത്തിരിക്കുന്നത് സാമ്പാറിന് വേണ്ടി, പിന്നെ ഒരു പാത്രം നമ്മൾ അവിയലിന് വേണ്ടി. അപ്പോൾ പച്ചക്കറി ക്ലീൻ ആക്കിയതിനോടൊപ്പം തന്നെ കട്ട് ചെയ്ത് ഒരേ സമയം നമ്മൾ മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഒരുപാട് പാത്രങ്ങളുടെ ആവശ്യമില്ല. അപ്പം ഞാൻ സാമ്പാർ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അവിയൽ കട്ട് ചെയ്ത് ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ പരിപ്പ് നന്നായിട്ട് കുതിർത്ത് വെച്ചു. അതായത് നമ്മൾ പരിപ്പ് കറി ഉണ്ടല്ലോ, പരിപ്പ് കറി, അതും ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 3 അടുപ്പിൽ 3 കൂട്ടം സാധനങ്ങൾ അവിടെ വേവുന്നുണ്ട്. പിന്നെ സാമ്പാറിനകത്ത് നമ്മൾ റെസിപ്പി അല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം. അപ്പം പരിപ്പും കൂടി ഇടുമ്പോൾ ഇച്ചിരി കൂട്ടി ഇടുവാണെങ്കിൽ നല്ല കുറുകിയ ഒരു സാമ്പാർ കിട്ടും, നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന പച്ചക്കറി വളരെ മിനിമം പച്ചക്കറിയാണ്. ഒരു വഴുതനങ്ങ മേടിച്ചു, ക്യാരറ്റ് മേടിച്ചു, കിഴങ്ങ് മേടിച്ചു, പിന്നെ ഉള്ളി ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ ടൊമാറ്റോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പച്ചമുളകും ഉണ്ടായിരുന്നു. ഇതിൽ കൂടുതൽ പച്ചക്കറികളൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ബാക്കി വന്നതെല്ലാം നമ്മൾ അടുത്ത യൂസിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അരി വെന്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പിന്നെ ചെയ്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, അടപ്പുള്ള അത്യാവശ്യം മൈക്രോവേവിൽ വെക്കാൻ പറ്റുന്ന പാത്രങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ കൗഫ്ലാൻഡിന് മേടിച്ച ഒരു ചെറിയ പാക്കറ്റ്, സാലഡ് പാക്കറ്റ്, അതായത് ക്യാബേജ് ക്യാരറ്റ് കൂടി നൈസായിട്ട് കട്ട് ചെയ്ത് വരുന്ന ഒരു ഗ്രേറ്റ് ചെയ്ത് വരുന്ന ഒരു പാക്കറ്റുണ്ട്. കൗഫ്ലാൻഡിൽ 70 സെൻറ്റാണത്. അപ്പോൾ അത് കുനുകുന വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി അരിയാം, അല്ലെങ്കിൽ ജസ്റ്റ് മിക്സിക്കകത്തിട്ട് ജസ്റ്റ് ഒരു അടി അടിക്കുക, അരഞ്ഞു പോകരുത്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ കറക്റ്റ് തോരൻ്റെ ഇത് കിട്ടും. പിന്നെ പരിപ്പിന്, അവിയലിന്, തോരന്, പച്ചടിക്ക് എല്ലാത്തിനും ഒരു അരപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ആ അരപ്പ് ഞാൻ ഒരുമിച്ച് അരച്ചിട്ട് എല്ലാത്തിനും മിക്സ് ചെയ്ത് വെച്ചു. ഇപ്പോൾ തോരനും പച്ചടിക്കും ഉള്ളത് വെച്ചിട്ട് മൈക്രോവേവിൽ ഒരു 2 to 3 മിനിറ്റ്സ് നമ്മൾ ഓവനിൽ വെച്ച് വേവിച്ചെടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂട്ടവും കറികളെല്ലാം വെന്തതിന് ശേഷം ഫൈനൽ എല്ലാം ഒരുമിച്ചാണ് ഞാൻ കടുക് താളിച്ചൊഴിച്ചത്. അപ്പോൾ കടുക് താളിക്കാൻ ഞാൻ കൂടുതൽ യൂസ് ചെയ്തത് ബട്ടറാണ്. ബട്ടർ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് അല്പം എണ്ണയും കൂടി യൂസ് ചെയ്ത് കടുകും പച്ചമുളകും കറിവേപ്പില ഉണ്ടായത് കൊണ്ട് അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഞാൻ കറിവേപ്പില ഇല്ലാതെ സദ്യയല്ല അല്ലാതെ ഉണ്ടാക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ട്. ഈ കാണുന്ന പാത്രങ്ങളെല്ലാം ഓവരി വെച്ചെടുത്തതാണ്. ഈ പറയുന്നത് ഈ ഒരു ഒറ്റ കടുക് താളിപ്പ് അത്രയും കറിയിൽ ഒരുമിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഒറ്റയടിക്ക് കറി മറ്റു കാര്യങ്ങളെല്ലാം റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഞാൻ ഓണസദ്യ ഉണ്ടാക്കിയത്. എല്ലാ ഐറ്റംസും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ബാക്കിയൊക്കെ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു നല്ലൊരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം, അല്ലെങ്കിൽ അടുത്തടുത്ത വീഡിയോയിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ. എല്ലാവർക്കും ഹാപ്പി ഓണം.